ബംഗളൂരുവിൽ തെരുവ് നായകൾക്ക് കോഴിയിറച്ചിയും ചോറും നൽകാൻ തയ്യാറെടുക്കുകയാണ് കോർപ്പറേഷൻ. 2 കോടിയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. ദിവസം ഒരു നേരം കോഴിയിറച്ചിയും ചോറും അടങ്ങിയ ഭക്ഷണം നൽകാനാണ് തീരുമാനം. പദ്ധതി പ്രകാരം നഗരത്തിലെ 5000 തെരുവ് നായകൾക്ക് ഭക്ഷണം ലഭിക്കും. ഓരോ നായയുടെയും ഭക്ഷണത്തിൽ 150 ഗ്രാം കോഴിയിറച്ചി, 100 ഗ്രാം ചോറ്, 100 ഗ്രാം പച്ചക്കറി, 10 ഗ്രാം ഓയിൽ എന്നിവ അടങ്ങിയിരിക്കണമെന്നാണ് നിർദ്ദേശം. ഒരു വർഷത്തേക്ക് 2.9 കോടി രൂപയാണ് പദ്ധതിക്കായി BBMP നീക്കിവച്ചത്. നേരത്തെയും നഗരത്തിലെ തെരുവ് നായകൾക്ക് BBMP ഭക്ഷണം എത്തിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് സസ്യേതര ഭക്ഷണം നൽകുന്നത്. തെരുവ് നായകളുടെ അക്രമാസക്തി കുറയ്ക്കുന്നതിനാണ് അവയ്ക്ക് ഭക്ഷണം നൽകാൻ തീരുമാനിച്ചതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അനിമൽ വെൽഫെയർ ബോർഡിന്റെ നിർദ്ദേശങ്ങളും മൃഗസംരക്ഷണ മാർഗരേഖയും അനുസരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. നഗരത്തിന്റെ 8 സോണുകളിൽ ഓരോ സോണിനും 36 ലക്ഷം രൂപ വീതം അനുവദിക്കും. ഓരോ സോണിലും 100 വീതം കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം നടക്കും. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, തെരുവിലൊക്കെ ധാരാളം നായ്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവയ്ക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു പദ്ധതിക്ക് പിന്നിലുള്ള കാരണം എന്താണ് ഈ പദ്ധതിയുടെ പൂർണ്ണ രൂപം? ജയലക്ഷ്മി, ബംഗളൂരു കോർപ്പറേഷൻ ഒരു കൈയടിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നഗരപരിധിയിൽ ഏകദേശം 5000-ഓളം തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിയുന്നുണ്ട് എന്നാണ് ബംഗളൂരു കോർപ്പറേഷന്റെ കണക്ക്. ഇവ അക്രമാസക്തരാകാൻ, നമ്മുടെ നാട്ടിലൊക്കെ ഈ തെരുവുനായ് ശല്യം വളരെ രൂക്ഷമാണ്. ഇവ അക്രമാസക്തരാവാൻ കാരണം ഇവയ്ക്ക് മതിയായിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇവരുടെ ഒരു കണ്ടെത്തലും അനുമാനമൊക്കെ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരുവുനായ്ക്കൾക്ക്, അലഞ്ഞു തിരിയുന്ന തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകാനുള്ള ഒരു തീരുമാനം ബംഗളൂരു കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിനായിട്ട് ഏകദേശം 2.9 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തു. ഒരു തെരുവുനായ്ക്ക് ശരാശരി 22 രൂപ ചിലവിൽ ഭക്ഷണം നൽകാൻ വേണ്ടിവരും എന്നാണ് പറയുന്നത്. അതിൽ ചിക്കനുണ്ട്, അതുപോലെ തന്നെ മുട്ടയുണ്ട്, അതായത് വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ ഓയിലുണ്ട്. ഇതെല്ലാം അടങ്ങി ഉള്ള ഒരു സമീകൃത ഭക്ഷണമായിരിക്കും നൽകുക എന്നാണ് ബംഗളൂരു കോർപ്പറേഷൻ നൽകുന്നത്.